ഹലോ, എന്താണ് എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടിയൊരു വ്ളോഗായിട്ടാണ്. എല്ലാവർക്കും രാധു സ്പൈസി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഇത് ഫ്രൈഡേ നൈറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സാറ്റർഡേ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഹസ്ബൻഡ് ഫ്രൈഡേ നൈറ്റ് ഇത് ഓഫീസിൽ നിന്ന് വന്നു. അപ്പോൾ വന്ന പാടെ അച്ഛനെ പിടിച്ച് സോഫയിൽ കൊണ്ടിരുത്തി അന്നത്തെ വിശേഷങ്ങളും കഥകളൊക്കെ പറയാണ്. ആ കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു, ഉറങ്ങി, രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റാഗിയുടെ വെള്ളയപ്പാണ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അത്ര ശരിയായിട്ടൊന്നുമില്ല, സത്യസന്ധമായിട്ട് പറയാലോ. അപ്പോൾ റാഗിയുടെ വെള്ളയപ്പും സ്റ്റൂ ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ സാധാരണ സാറ്റർഡേ ഷോപ്പിങ്ങിന് പോവാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും പോവും. ഇന്നിപ്പോൾ എവിടെയും പോയില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അലക്കാനിട്ടു. ഇനി ലഞ്ചിൻ്റെ പരിപാടി നോക്കണം, ചോറും കറി ഇതൊക്കെ ഉണ്ടാക്കണം. ഞാൻ മല്ലിന്ന് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ ഉണ്ടാക്കി. ഇതേ ചോറ്, സാമ്പാർ, ചീര ഉപ്പേരി, മീൻ ഫ്രൈ ആണ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ ഈവനിങ്ങിലൊന്ന് പുറത്ത് പോയി. വൈകുന്നേരം ചായ കുടിക്കുന്നതിന് പകരം എനിക്ക് ദഹിപൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദഹിപൂരി കഴിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പുറത്ത് പോയി. അങ്ങനെ ദഹിപൂരി കഴിക്കും. ദഹിപൂരി അല്ല കേട്ടോ, ഇത് വേറെ എന്തോ സാധനമായിരുന്നു, എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ദഹിപൂരിയും അവിടെ ഇല്ല എന്തൊക്കെയല്ലോ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ചു. ഇനി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡിന്നർ റെഡിയാക്കണം. അപ്പോൾ ഇന്നെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ നേരത്തെ. ഓൾറെഡി സ്നാക്സ് പുറത്തുനിന്ന് കഴിച്ചല്ലോ. അപ്പോൾ ഇനി ഡിന്നർ, ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഒന്നും ഇട്ടില്ല. ഇത് റെസിപ്പി പറയാൻ മാത്രമൊന്നുമില്ല. ഞങ്ങൾ സാധാരണ മീൻ ഫ്രൈ ആക്കുന്നതൊക്കെ പോലെ തന്നെ ഞാൻ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഇട്ടിട്ടുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ്, ഇതൊക്കെ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലോ. എനിക്ക് ഈ മസാല ഒന്നുകൂടി ഇഷ്ടം. ഞങ്ങൾ ഗ്രില്ലിൻ്റെ ബാർബിക്യൂൻ്റെ മസാലയ്ക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇതാ ഇഷ്ടം. അങ്ങനെ അത് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ, ബ്രൊക്കോളി അതൊക്കെ വേവിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തു ആദ്യം പൊട്ടറ്റോ, അതുപോലെ ബ്രൊക്കോളിയും. എന്നിട്ട് അതിൽ ഉപ്പ്, മഞ്ഞൾ, നമ്മുടെ ചാട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡ് ഫിഷ് ആയപ്പോൾ ഞാൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടെ വെച്ച് ഗ്രില്ല് ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. താങ്ക്